ഹായ് എവരിവൺ, ന്യൂസ് ഏജൻറ്റ് പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോഴായിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരവും മൂകാംബികയിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരമുള്ള സിർസി എന്ന പ്രദേശത്താണ്. ഇന്ന് രാവിലെ 8:47 ആയപ്പോൾ കൊച്ചുവേളിക്ക് ട്രെയിനിൽ എത്തിച്ചേരുണ്ടായി തീർന്നു. എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യുവാനായിട്ട് സനീഷ് ബ്രോയെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കർണാടക ജില്ലയിലെ ഏറ്റവും വൃത്തിയുള്ള വളരെ ക്ലീനസ്റ്റ് ആയിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക്, യാന എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സിർസിയിലെ അവിടെ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന വഴികളാണ്, മരങ്ങൾ ഇടതുറന്നിരിക്കുന്ന രണ്ട് സൈഡുകളിലും ഇടതുറന്ന മരങ്ങളുള്ള നല്ല വഴികളാണ്. മനോഹരമായിരിക്കുന്ന കാലാവസ്ഥയാണ്. നാട്ടിലെപ്പോൾ അത്ര ചൂടൊന്നും ഇവിടെയില്ല. ഞാനൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിയുമ്പോൾ ഞങ്ങൾ എത്തിച്ചേരും. അവിടുത്തെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മലകൾ ചേർന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ശിലകളാൽ ഉയർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് യാന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ഒരു 10-25 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മനോഹാരിതയും കാണുവാനാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എൻ്റെ കൂടെയുള്ള സനീഷ് ബ്രോ ഹെൽപ്പ് ചെയ്യുന്നു. അദ്ദേഹം കന്നഡയാണ് സംസാരിക്കുന്നത്, ഹിന്ദി കുറച്ചറിയാം. ഞങ്ങൾ പല വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. വളരെ നമ്മുടെ നാട് പോലെ ഏകദേശം കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. ഇടതോറും തെങ്ങുകളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാലാവസ്ഥയാണെന്നുള്ളതാണ്. ഇവിടെ അത്ര വിട്ട് ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഈ യാന ഗ്രാമത്തിൻ്റെ പ്രത്യേകതയിലേക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ 2 മലകൾക്ക് ഇടയിൽ ഉള്ള ശിവ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയും അതുപോലെ തന്നെ അവിടെയുള്ള പാറക്കെട്ടുകളും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് എല്ലാ ആഴ്ചയിലും അവിടെ കടന്നു വരുന്നത്. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മനോഹാരിതകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കുറേ സമയം കഴിയുമ്പോൾ അവിടെ എത്തിച്ചേരും. ഞങ്ങളുടെ വഴിയാത്ര വളരെ സന്തോഷകരമായിട്ടാണ് പോകുന്നത്. എടുത്തു പറയത്തക്ക നിലകളിൽ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ നല്ല കാലാവസ്ഥയാണ്. നിങ്ങൾ കാണുമ്പോൾ, ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ, വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ബ്യൂട്ടിഫുൾ പ്ലേസ് യാന. सनीश प्रो നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ड्राइविंग थोड़ा भी अच्छा है ना, मज़े आ गए. आपका ड्राइविंग है ना? हाँ सर. अच्छा है. थैंक यू. स्मूथ ड्राइविंग. कुछ बोलो हमारे देश के आदमी के लिए, कुछ बोलो याना के बारे में, कुछ बोलो. हिंदी नो कोई बात नहीं, हिंदी में थोड़ा भी नो प्रॉब्लम, कन्नड़ा में प्रॉब्लम. ये तो आदमी लोग है ना. इधर देश का बहुत सुंदर है ना, पूरा ट्रीज है. हाँ सर. ಒಳ್ಳೊಳ್ಳೆ ಪ್ಲೇಸ್ ಇದೆ ಸರ್. ನಮ್ಮದು ಉತ್ತರ ಕನ್ನಡ ಅಂದರೆ ನಿಮಗೆ ಆಲ್ಮೋಸ್ಟ್ ಎಲ್ಲ ಥರನೂ ಸಿಗುತ್ತೆ ನಿಮಗೆ. ಅಂದರೆ ಬಯಲುಸೀಮೆ, ಬೀಚ್ ವ್ಯೂಸು ಆ್ಯಂಡ್ ಗುಡ್ಡಗಾಡು ಪ್ರದೇಶ ಒಂದೇ ಜಿಲ್ಲೆಯಲ್ಲಿ ಎಲ್ಲದೂ ನೋಡ್ಬೋದು. ಆಲ್ಮೋಸ್ಟ್ ಎವ್ರಿ ಜಿಲ್ಲೆ ಮೇನ. ಹಾಂ. इधर के मौसम के बारे में कुछ और? मौसम के बाद में
चली स्टार्ट हो गया। एनिमल वगैरह है क्या उधर? हाँ सर, एनिमल्स एनिमल्स मिल गया। रात को मिल गया इधर लेपर्ड लेपर्ड है। हाँ, अच्छा, एंड सम एलिफेंट नहीं मिलता है। लेपर्ड एंड टाइगर टाइगर नहीं मिलता है। और मंकी? हाँ, मंकी मिलता है। एंड जंगल का बिग सम काड़ो हंदी। आप खाते क्या कुछ? नहीं। प्योर वेजिटेरियंस। मंकी हमारा देश में, सारा देश में तो भगवान है ना? हाँ, भगवान। लेपर्ड तो खाते और कुछ करते थोड़ा भी प्रॉब्लम आ जाए पुलिस में ही पकड़ेगा। हाँ, केस है ना? केस हो। हमारे देश में एक छोटा वाला एक जैसे एक वाइट वाला एक बेड है, पगाड़ी में देते हैं, देखते का? वाइट वाला एक बेड है, बहुत सारा बेड है। तो फिश खाता है। हाँ, फिश खाता है। ऐसा वाला एक फिश एक बेड है वाइट वाला। बर्ड देखते नहीं? पहाड़ी में ना, पहाड़ी में है। ये बर्ड फिश खाता है। हाँ, बेड फिश आते हैं। हाँ। और नदी पे और खेत पे फिश आते हैं। ऐसे में देखा इधर कुछ, इसे मैंने कहा ना, मतलब उसका के शूट करके बाद में पुलिस पकड़ेगा। ऐसे 3 महीने अंदर ऐसे। ओके। वो पिकॉक है ना? हाँ, पीकॉक अलग है, दूसरे एक हाँ। ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ എനിക്ക് അത്ര പിടിയില്ല. 27 വർഷത്തിന് ശേഷമായിട്ടാണ് ഞാൻ കർണാടകയിലേക്ക് വരുന്നത്. 23ാമത്തെ വയസ്സിലാണ് ഞാൻ കർണാടകയിലുള്ള ചിക്കമംഗ്ലൂരിലേക്ക് ഞാൻ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു വന്നത്. എൻ്റെ ആദ്യത്തെ മിഷൻ ഫീൽഡാണ്. അതിനുശേഷം എൻ്റെ സുഹൃത്ത് എൻ്റെ സ്കൂള് സിർസിയിലുണ്ട്. ആ സിർസിയിലെ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഒരുപാട് നാൾക്ക് ശേഷമാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചനുസരിച്ച് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വിശ്രമിച്ചു രാവിലെ എത്തിച്ചേർന്നു. അതിനുശേഷം ഫ്രഷായി സനീഷ് ഭായിയുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. പോകുന്ന സമയത്ത് ഞങ്ങൾ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടെ കാടുകളിലെ ലിപ്പേഡ് അതുപോലെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ അവരോട് ഭക്തിയോടുകൂടി അവർ ആരാധിക്കുന്ന മൃഗങ്ങളൊക്കെ ആനിമൽസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ വെജിറ്റേറിയൻസാണ്, മറ്റുള്ള ഒന്നും കഴിക്കുകയില്ല. ഏതായാലും നമുക്കത് പോകുന്ന യാത്രയിൽ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതീക്ഷയോടെ നമുക്ക് നോക്കാം. വഴി ഇപ്പം കുറച്ച് വെയിലുണ്ട്. इधर से कितना किलोमीटर आगे? यहाँ 20 किलोमीटर। 20 किलोमीटर. 20 കിലോമീറ്ററും കൂടെ ഇതൊരു പറ്റിയതല്ലേ? 18 लिखा 18 ഒഡി. ഓക്കെ. 20 കിലോമീറ്റർ കൂടെ ഇനിയുണ്ട് അവിടെ എത്തിച്ചേരാനായിട്ട്. അവിടെ ചെന്നതിന് ശേഷമായിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അല്ല, കുറച്ചുകൂടെ ഞങ്ങളുടെ പ്രകൃതി ഭംഗി ഒന്ന് കണ്ട് ആസ്വദിക്കുക. बस नहीं इस रोड में? बस है यहाँ पे ओनली 2 बस है। ओके.